തൃശൂർ നാട്ടികയിൽ നാടിന് നടുക്കിയ ആ അപകടമുണ്ടായത് ഈ സ്ഥലത്ത് വെച്ചാണ്. 5 പേർക്ക് ജീവൻ നഷ്ടമായ സംഭവം. ഈ ഭാഗത്ത് നിന്നാണ്, അതായത് പൊന്നാനി ഭാഗത്ത് നിന്നാണ് ഒരു ലോറി, അത് മരത്തടികളുടെ കഷ്ണങ്ങളുമായി പെരുമ്പാവൂരിലേക്ക് പോവുകയായിരുന്നു. ആ ലോറി ഈ ദിശയിൽ നിന്നാണ് വന്നത്. സാധാരണഗതിയിൽ ഇവിടെ നിന്ന് വരുന്ന വാഹനം ഇവിടെ എത്തി ഈ ദേശീയപാതയുടെ നിർമ്മാണം നടക്കുന്നതിനാൽ ഈ വഴിക്ക് തിരിഞ്ഞ് വലത്തോട്ട് തിരിഞ്ഞ് അങ്ങോട്ട് തൃപ്രയാർ ഭാഗത്തേക്ക് പോകണം. ഇന്ന് നടന്ന സംഭവം മറിച്ചാണ്. ഇവിടെ നിന്നും തിരിഞ്ഞു പോകേണ്ട വാഹനം കൃത്യമായി ഇവിടെ തിരിഞ്ഞു പോകണമെന്ന ബോർഡുകൾ വെച്ചിട്ടുണ്ട് എങ്കിൽ പോലും ഈ ഭാഗത്തുകൂടെ ഇടിച്ച് അകത്തേക്ക് കയറുകയായിരുന്നു. വാഹനം നേരെ പണി നടന്നുകൊണ്ടിരിക്കുന്ന ദേശീയപാതയുടെ ഒരു ഭാഗത്തേക്ക് കയറി. അങ്ങകലെ കുറച്ചു പേർ ഉറങ്ങുന്നുണ്ടായിരുന്നു, ഒന്നും അറിയാതെ. കുട്ടികളും മുതിർന്നവരും ഉൾപ്പെടെ 12ഓളം പേരാണ് അവിടെ കിടന്നുറങ്ങിയിരുന്നത്. നാടോടി സംഘം ഉറങ്ങിക്കിടന്നിരുന്നത് വഴി മാറിപ്പോകേണ്ട ബാരിക്കേഡുകൾ വെച്ചിരുന്നിടത്ത് നിന്ന് ഏകദേശം 30 മീറ്ററുകൾ മാറിയാണ്. പക്ഷേ എല്ലാവരുടെയും ദേഹത്തുകൂടെ വാഹനം കയറിയിറങ്ങി. 5 പേർക്ക് തൽക്ഷണം ജീവൻ നഷ്ടപ്പെട്ടു. മറ്റുള്ളവർ 3 പേർ ഗുരുതരാവസ്ഥയിൽ ചികിത്സയിലാണ്. ഞങ്ങൾ 4 മണിക്ക് അവിടെ എല്ലാവരും കിടക്കുമായിരുന്നു. അപ്പോൾ കിടക്കുന്ന സമയത്ത് ഞങ്ങൾ എല്ലാവരും കുറച്ചുകൂടി വിട്ടുവിട്ടാണ് കിടക്കുന്നത്. അപ്പോൾ അവിടെ നിന്ന് ഒരു വണ്ടി മറ്റേ നമ്മൾ റോഡ് അപ്പുറത്തായിട്ട് ഇയാൾ എന്താക്കി, അതിൽ കുറച്ച് കുടിച്ചിട്ടുണ്ടായിരുന്നു. ഇയാൾ കുടിച്ച ശേഷം ഇയാൾ അപ്പുറത്തുകൂടെ വന്നിട്ട് ആ മതിൽ പൊട്ടിച്ച് ഞങ്ങളുടെ നേർക്കാർ വന്ന ഇയാൾ വന്നിട്ട് ഞങ്ങളെ അവിടുത്തെ ചേട്ടനെ ചേച്ചിനെ എല്ലാം അവിടെ നിന്ന് അതിൽ ഇടിച്ചിട്ട് എല്ലാ ശേഷം വന്ന് എല്ലാം ഇടിച്ച്. ഗോവിന്ദാപുരം സ്വദേശികളായ കാളിയപ്പൻ, 4 വയസ്സുള്ള ജീവൻ, 39 വയസ്സുള്ള നാഗമ്മ, ബംഗാരി, 1 വയസ്സുള്ള വിശ്വ എന്നിവരാണ് മരണമടഞ്ഞത്. മറ്റു 3 പേർ അതീവ ഗുരുതരാവസ്ഥയിൽ ഇപ്പോഴും ചികിത്സയിലാണ്. ചികിത്സയിൽ കഴിയുന്നവർ ചിത്രയും ദേവേന്ദ്രനും ജാൻസിയും അതീവ ഗുരുതരാവസ്ഥയിലാണ്. ഈ കാണുന്ന ഈ സ്ഥലത്താണ് അവർ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം കിടന്നിരുന്നത്. ഈ ഭാഗത്ത് തൃപ്രയാർ ഏകാദശിയോടനുബന്ധിച്ച് കൂടുതൽ വാഹനങ്ങൾ വരാൻ ഇടയുണ്ട് എന്ന് കണക്കാക്കിയാണ് ഇന്നലെ രാത്രി തൊട്ടിപ്പുറത്തുള്ള ഭാഗത്തേക്ക് ഈ സംഘം ഉറങ്ങാനായി പോയത്. പക്ഷേ ആ ഒരു സ്ഥലത്തായിരുന്നു അവരുടെ ജീവിതം മാറ്റിമറിച്ച, അല്ലെങ്കിൽ അവരുടെ ജീവിതം തന്നെ ഇല്ലാതാക്കിയ സംഭവം നടന്നത്. വാഹനത്തിന്റെ ഡ്രൈവർ കണ്ണൂർ സ്വദേശിയായ ജോസ് ആയിരുന്നു. അലക്സാണ് ക്ലീനർ. എന്നാൽ വാഹനം ഓടിക്കാൻ കഴിയാത്ത അത്രയ്ക്ക് മദ്യലഹരിയിലായിരുന്നു ജോസ്. അതുകൊണ്ട് പൊന്നാനിയിൽ നിന്ന് ക്ലീനർ അലക്സാണ് വാഹനം ഓടിച്ചിരുന്നത്. അപകടത്തിന് ശേഷം ഈ വഴി വാഹനം മുന്നോട്ട് കൊണ്ടുപോയി. പിന്നീട് അല്പസമയം മുന്നോട്ട് പോയപ്പോഴാണ് ഈ റോഡ് അടഞ്ഞുകിടക്കുന്നതായി കണ്ടത്. അതോടുകൂടി തൊട്ടടുത്തുള്ള സർവീസ് റോഡിലേക്ക് വാഹനം കയറ്റി. പക്ഷേ അധിക ദൂരം അവിടെയും മുന്നോട്ട് പോകാൻ കഴിഞ്ഞില്ല. അവിടെ എത്തി വാഹനം സ്റ്റക്കായതോടുകൂടിയാണ് നാട്ടുകാർ പുറകെ ചെന്ന് ഡ്രൈവറെയും ക്ലീനറെയും പിടിച്ചു കെട്ടിയത്. ഇതിനു മുമ്പ് ഈ അപകടം നടന്നതിന് ഒരു 500 മീറ്റർ മുൻപ് 2-3 ദിശാസൂചികളുണ്ട് പണി നടക്കുന്നതായിട്ട്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഹോസ്പിറ്റൽ വരാനുള്ള സാധ്യതകളും കാണുന്നില്ല. അങ്ങനെ ഇടിച്ചു കയറിയിട്ട് പിന്നെ വാഹനം നിർത്താതെ സർവീസ് റോഡിലൂടെ സുമാർ ഒരു 1/2 കിലോമീറ്റർ ഓടിച്ചു പോവുകയുണ്ടായത്. പ്രകടമായിട്ടും ഈ നിൽക്കുന്നത് ഈ ഡ്രൈവർ യഥാർത്ഥ ഡ്രൈവർ ജോസ് എന്ന് പറയുന്ന ആൾ, അദ്ദേഹം അറിഞ്ഞുകൊണ്ടാണ് ലൈസൻസ് ഇല്ലാത്ത വ്യക്തി കൈമാറുന്നത്. അപ്പോൾ ന്യായമായിട്ടും ഈ അവിടെ ഉണ്ടായിരുന്ന ഡ്രൈവറുടെ പേരിൽ, ജോസ് എന്ന് പറയുന്ന ആളുടെ പേരിൽ എന്തെങ്കിലും നടപടികൾ ഉണ്ടാവും. മദ്യപിച്ചുള്ള 2 നരാധമന്മാരുടെ ഈ ഡ്രൈവിംഗ് നഷ്ടമാക്കിയത് 2 പിഞ്ചു കുഞ്ഞുങ്ങൾ ഉൾപ്പെടെയുള്ളവരുടെ ജീവനാണ്. ഇനിയും നിരവധി പേർ ആശുപത്രിയിൽ അത്യാസന്ന നിലയിൽ കിടക്കുന്നു. നിയമം ഇവർക്കെതിരെ കർശന നടപടിയാണ് എടുക്കേണ്ടത്. നരഹത്യാ കുറ്റം ഉൾപ്പെടെയുള്ളവ ഇവർക്കെതിരെ ചുമത്തിയിട്ടുണ്ട്. പക്ഷേ എത്രനാൾ ഇവർ അഴിക്കുള്ളിൽ കിടക്കും? ഇനിയും ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ആവർത്തിക്കുമോ എന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ കാത്തിരുന്നു കാണാം. MS ലിഷോയ്, മാതൃഭൂമി ന്യൂസ്, തൃശൂർ.